ധൈര്യമായിരിക്കണം. ആരും നമ്മെ സംശയിക്കില്ല. നമുക്ക് ശത്രുക്കൾ ധാരാളമായി പോയി. ആ രാമു കൊന്നതാണെന്നേ ആളുകൾ പറയൂ. പോരെങ്കിൽ ആ പട്ടാളക്കാരനും രാമുവും തമ്മിൽ പണ്ടേ ശത്രുക്കളുമാണല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ റൗഡിയാണെന്ന് ആർക്കറിയാൻ പാടില്ല. എന്നാലും എനിക്കൊരു ഭീതി. ഞാൻ അതിനെ കത്തിയല്ലേ കൊണ്ടത്. ഒരു ഭീതിയും വേണ്ട. എന്തു വന്നാലും ഞങ്ങളുണ്ട് കൂടെ. ഏതായാലും താനൊന്ന് ചുറ്റിക്കറങ്ങി അന്തരീക്ഷം എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിട്ടു. നമ്മുടെ ആ റൗഡി രാമുവിനെ പട്ടാളം ഭാസ്കരൻ കൊന്നു. പട്ടാളം ഭാസ്കരനെ ആ റൗഡി രാമു കൊന്നു. കാലത്തെ പേപ്പറിൽ ന്യൂസ് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോഴെനിക്ക് ആശ്വാസമായത്. അപ്പോ നമുക്കിത് ഒന്ന് ആഘോഷിക്കണ്ടേ? കൊണ്ടുവരും കൊണ്ടുവരും. രാമചേട്ടൻ ആ പട്ടാളക്കാരൻ കുത്തിക്കുന്നു. പത്രത്തിൽ കിടക്കുന്നു. ഇല്ല, എന്റെ രാമചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വാസന സമാനപ്പെടൂ. സാന്തിക്കൊണ്ട് വേഗം വരാം. അയാൾ ആരാണമ്മേ?
എന്റെ പൊന്നുമക്കൾ എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കും. പോലീസുകാർ ഇപ്പം കയറി വരും. എന്റെ അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിച്ചു. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചേട്ടൻ കത്തിക്കൊണ്ട് കൊത്തുന്നത് കണ്ടവരുണ്ടെന്നാ പറയുന്നത്. പെരി വളർത്തി ഇത്രയും പ്രായമാക്കിയ നിന്നെ ഞങ്ങളുടെ കൺമുൻപിൽ വെച്ച് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് കാണാൻ വയ്യ മക്കളെ. ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? എവിടെയെങ്കിലും പോകട്ടെ. എങ്ങും പോകാൻ നിന്നെ പിടിക്കാൻ വരുന്ന പോലീസ് ഏതാണെന്നൊന്ന് കാണട്ടെ. ഇങ്ങനെ വാശി വൈരാഗ്യവും കാണിക്കരുത്. നിരപരാധിയായി എന്റെ മോൻ എന്തിനു ഒളിച്ചു നടക്കണം? നിരപരാധിയാണെങ്കിലും പോലീസിനെ പേടിക്കാതിരിക്കാൻ ഒക്കുവോ? അവൻ എന്റെ മോനാടി. അവൻ ആരെയും പേടിക്കണ്ട. ഞാൻ എന്ത് ചെയ്യും ഈശ്വര? അമ്മ വിഷമിക്കുന്നു. ഞാൻ എവിടെയെങ്കിലും പോയിക്കോളാം. ചേട്ടൻ പോകരുത്. നീ ഒരിടത്തും പോകണ്ട. എന്റെ മോനെ തൊടുന്നവന്റെ ആലയം വിട്ടും. എന്നാലും രാമു ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. കടയിൽ വലിച്ചൂരി വീണ്ടും കുത്തുന്നത് കണ്ടവരുണ്ട്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യല. ഇത് മർദ്ദമാണ്, കൊലയി, പടുകൊലയി. ഏറ്റവും കൂടെയല്ല കൊലപാതകം. വെറുതെ കൊലപാതകത്തിന് സാക്ഷിയാവാതെ കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. അംഗന്മാരി കൊലപാതകത്തിന്റെ കാര്യമെല്ലാം കേട്ടങ്ങ് ഭയന്നു പോയെന്ന് തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കേട്ടോ. പിന്നെ കാശ് തന്നിട്ട് പോയാ മതി. കാശ് കൊടുത്തേക്ക് പോടാ പോരങ്ങെ. അപ്പോ നമ്മുടെ കാര്യം തരാം സ്വാമി, ഒന്ന് സമാധാനപ്പെടണം. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നിട്ട് പിന്നെ വരാം. വേണ്ട വേണ്ട, ഇപ്പൊ പശുവിനെ കറക്കണ്ട. സ്വാമി മരുന്നിനാ വന്നത്. ഓ, അതാണോ കാര്യം? എന്നാ ഞാൻ ക്ലാസ് കഴിക്കോളാം. ആ വരണം സ്വാമി. ആ ഇന്നൊരു കാര്യം, ഇവിടെ കുടിച്ച് ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. യാതൊരു ബഹളവുമില്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ബഹളം ഉണ്ടാകുമെന്ന് തങ്കമ്മയ്ക്ക് തോന്നുന്നത്. യാതൊരു ബഹളവുമില്ല. വളരെ സൈലന്റ് ആണ് തങ്കമ്മേ. എന്റെ തങ്കമ്മേ, ഞാൻ ആകെ ക്ഷയിച്ച സമയമാണ്. അതാണ് ഈ നാടൻ പ്രേമം തുടങ്ങിയത്. ഇതിനു മുമ്പ് വെറും ഫോറിൻ മാത്രമായിരുന്നു. ശമ്പളം കിട്ടിയ ഉടനെ കൊണ്ടുവന്ന് തന്നേക്കണം. ശമ്പളം കിട്ടിയാൽ മുഴുവനും നിനക്ക് തന്നെ തരാം. ഒന്നും പേടിക്കണ്ട. അയ്യോ പോലീസ്! സ്വാമി ഇതിന് പോയാട്ടെ, പോകൂ. അയ്യോ എന്താണ് ബഹളം വെക്കുന്നത്? തങ്കമ്മ വന്നോ? എന്താ പേരെന്താ? പേരെന്താണെന്ന്? ഇതെന്റെ ആരാ? തങ്കമ്മ ആരാണെന്ന്? തങ്കമ്മ എന്റെ ഭാര്യ. സത്യമായിട്ട് എന്റെ ഭാര്യ തന്നെയാണോ? അതോ അത് തന്നെ. ചായ കച്ചവടം മാത്രമേ ഉള്ളൂ? ഊണുണ്ട് സാർ. രാമോട് വരാറുണ്ടോ? എന്താണ് നോക്കുന്നത്? ഉണ്ട്. തനിക്കാണോ പരിചയമുണ്ടോ? എന്താണ് അവിടെ നോക്കുന്നത്? ഉണ്ട്. അവരുടെ എപ്പോഴാ വന്നത്? തങ്കമ്മ എപ്പോഴാണ് വന്നത്? ഇന്നലെ സാർ. ഇന്നലെ. ആ എന്റെ തങ്കമ്മേ, നമ്മക്ക് ഈ മരുന്ന് കച്ചവടം പറ്റിയില്ല. ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായി. ആ സ്വാമി പോയാ? സ്വാമി എങ്ങേ പോയി? അയ്യോ, സ്വാമി എങ്കേയും പോയിട്ടില്ല. അയ്യോ, എന്റെ സ്വാമി ഒരു കുപ്പി മുഴുവൻ കുടിച്ചല്ല. അയ്യോ എന്റെ കുപ്പി കാര്യാക്കി. എന്റെ സ്വാമി ദൈവത്തെ വെച്ചത് പോലീസ് പോകണ്ടായിരുന്നു. ആവശ്യമുള്ള പണം ഞാൻ തരാമില്ല. പൊന്നു സ്വാമി, പണമൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. പണം വേണ്ടെങ്കിൽ വേണ്ട.